ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, കുറേ നേരം റെസ്റ്റ് എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോലിയെല്ലാം തീർത്ത്. ഞാനെല്ലാം ചെയ്ത കേട്ടോ, വാവയാണ് ചെയ്തത്. വാവ അമ്മയും കൂടെയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി വാവ പറ എന്താണ്. അതെ, അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുത്ത് മെയിനായിട്ട് ഇടാനുള്ള ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇതുമോളൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാനുണ്ടായില്ല, ഞാൻ ക്യാമറ പിടിച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വീഡിയോ ഇടണ്ട, ആ കമൻറ്റ് മൈൻഡ് ചെയ്യേണ്ട, വിട്ടുകള എന്ന് പറഞ്ഞപ്പോഴും ലിതിമോക്ക് ആ ഒരു വിഷമം. എന്തായാലും ഈ ഒരു സമയത്തിൽ അത്ര ഇമോഷൻസ് ഒക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ കണ്ടപ്പോൾ ലിതിമോക്ക് സങ്കടം. കാരണം ലിജിമോളുടെ കാര്യം ഞാൻ നോക്കാൻ പോകണം, ലിതിമോളുടെ കാര്യം നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ആളുടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും അതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമല്ലോ എന്താണെന്നുള്ളത്. ആ കമൻറ്റ് ഞങ്ങൾ ആ കമൻറ്റിന് നെഗറ്റീവ് കമൻറ്റായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതിനൊരു എന്താ പറയുക, അതിനെന്താ പറയുക, അതിന് അവരൊരു സജഷൻ എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു. അപ്പൊ നമ്മള് വേറെ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് വേറെ രീതിയിൽ ചിന്തിച്ചു. അവരൊരിക്കലും വിഷമിക്കരുത്. നമ്മള് വീഡിയോ കണ്ടിട്ട് അവരൊരിത് പറഞ്ഞതേ ഉള്ളൂ. കാരണം പലരെയും പല രീതിയിലുള്ള ചിന്താഗതിയിലുള്ളവരാണ്. അപ്പൊ തന്നെ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് കുറേ പോസിറ്റീവ് കമന്റുകൾ വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് കേൾക്കാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറേ പേര് ഉണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ പല്ല് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു 13 വർഷം മുമ്പ് ഞാൻ ജോലിക്ക് നിന്ന സമയത്ത് അവിടെ ഡോക്ടർ അടച്ചതാണ്. കളമശ്ശേരിയിൽ ഒരു ഡോക്ടർ അടച്ച, ഒരു ലേഡി ഡോക്ടർ അടച്ച പല്ലാണ്. അത് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ തുറന്നു പോകുന്നത്. അപ്പോൾ ഇത് ഈ ടൈം ആയതുകൊണ്ട് നല്ല ഗ്യാപ്പും വന്നു. ഈ സമയം ആയതുകൊണ്ട് അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇതിങ്ങനെ ഇനി ഇപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും പോയി അത് അടച്ച അന്ന് തന്നെ തുറന്നു വന്നു. കാരണം അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്നു പോന്നപ്പോൾ പിന്നെ വേദന തുടങ്ങി. പിന്നെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പല്ല് വേദനയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ആവി പിടിക്കും. പിന്നെ എന്തെങ്കിലും കഫക്കെട്ടൽ എന്തെങ്കിലും വന്ന് ആവി പിടിക്കും. അങ്ങനെ ആവി പിടിച്ചപ്പോൾ അതേ കണ്ട ഒരു പൊള്ളൽ പോലെ വന്നു. ആവി പിടിച്ച് ഞാൻ ഉറങ്ങി. അതിൻ്റെ അകത്തോട്ട് ചെരുവത്തിലാണല്ലോ നമ്മളെ മറ്റേതില്ല, മെഷീനില്ലല്ലോ, അതില്ലായിരുന്നു, നെബുലൈസേഷൻ ചെയ്യുന്നതില്ല. അപ്പം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ചെരുവത്തിൽ മുട്ടി ഇവിടെ നിന്ന് പൊള്ളിയായിരുന്നു. കുറച്ച് നേരത്തെ പഴുത്തൊക്കെ ഇരുന്നത്. ശ്രദ്ധയില്ലാത്തത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ വേഗം ഒരു ഇതാവില്ല. അപ്പോൾ ഞാൻ പല്ല് വേദന കൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കവക്കെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആവി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം കമൻറ്റിൽ കണ്ടു, ഉപ്പുവെള്ളത്തിൽ പഞ്ഞി മുക്കിയിട്ട് പിടിച്ചാൽ മതിയെന്ന് കണ്ടു. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ, അവർക്കൊന്നും അറിയില്ലാത്തൊരു അറിവായിരിക്കും നമ്മളിത് പറഞ്ഞപ്പോൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ കൂടെ ഒരു ആശ്വാസം കിട്ടുവാണെങ്കിൽ, ദൈവമേ, ഇത് ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ അല്ല ഇതെടുത്തിട്ടല്ലേ, മരുന്ന് വെച്ചിട്ടൊക്കെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഡോക്ടറിനോട് അത് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ അതുവരെ 4 മാസം വരെ ഞാനിത് തള്ളി നീക്കിയിട്ട് പിന്നെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ കരുതി. നല്ല ഗ്യാപ്പും ഉണ്ട് പല്ലിനിടയ്ക്ക് നല്ല. അപ്പോൾ അതിനകത്ത് ഫുഡൊക്കെ പോകാതെ മാക്സിമം നോക്കുന്നുണ്ട്. പയ്യെ ബ്രഷും കൊണ്ടൊന്നും ഇതാക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും മോണയുടെ മുകളിലോട്ടങ്ങ് തട്ടും. അപ്പം പിന്നെ അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നെല്ലിക്ക കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവർക്ക് കിട്ടിയ അറിവാണ് അവർക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ അനുസരിക്കുക തന്നെ ചെയ്യുന്ന നല്ല കാര്യമാണ്. ചീത്ത കാര്യമാണ് നമ്മളത് കേൾക്കണം. അതെ, നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഞങ്ങളെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇത്രയധികം ആൾക്കാർ നമ്മളെ കാണാനും അത് നമ്മൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരും. ഇപ്പം നമുക്ക് കുറേ അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പറഞ്ഞു തരുന്നത്. ഇപ്പം നെല്ലിക്കയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇപ്പോൾ വീട്ടിൽ ഇരുന്നാൽ പോലും നമ്മൾ വെറുതെ എടുത്ത് കഴിക്കുകയല്ല. പക്ഷെ അത് നമുക്ക് ഏറ്റവും നല്ല, ഇപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, വെറുതെ ചോറ് കഴിക്കുക. ശരിക്കും ഇടുക്കിക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഹാർഡ് വർക്കുള്ള ജോലി. അപ്പോൾ ഇത്തിരി കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊക്കെ 6:30 രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ ചോറ് കഴിക്കും, രാത്രി ചോറ് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മൾ വേറെ ഈ നാട്ടും പ്രദേശത്തോട്ട് വന്നേ. പിന്നെ വീട്ടിലെപ്പോഴും ചോറും കറികളും മാത്രമേ ഉണ്ടാവുള്ളൂ. മീൻ, ഉണക്കമീൻ അങ്ങനെയുള്ള. ഇപ്പോഴാണ് കൂടുതലും പച്ചമീനല്ലേ വാവേ, ഇപ്പോഴാണ് കൂടുതലും പച്ചമീൻ അവിടെ വന്നത്. ഇപ്പം നമ്മളിവിടെ വന്നേ പിന്നെയാണ് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുകൾ
കിട്ടുന്നതും പല പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ വീഡിയോയിലാണെങ്കിലും കണ്ടു കഴിഞ്ഞ് ഇപ്പോഴല്ലേ ഫോണും കാര്യങ്ങളും യൂട്യൂബും ഒക്കെ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് നോക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ആകുമ്പോൾ ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ശരീരത്തൊന്നുമില്ല, പ്രോട്ടീനും കാര്യങ്ങളൊന്നും കൂടുതൽ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു തരുന്ന അറിവിൽ പറഞ്ഞ നെല്ലിക്ക, ലെമൺ ജ്യൂസ് കുടിക്കുക, നട്ട്സ് കഴിക്കുക, അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളത് ഇപ്പം എന്നിട്ട് ഞാൻ ബദാമൊക്കെ മേടിച്ച് 3 വെച്ച് ഇടയ്ക്ക് കഴിക്കും. പിന്നെ അവക്കാഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് മേടിച്ച് നമ്മുടെ കയ്യിൽ പൈസ വരുന്നത് പോലെ കേട്ടോ, അതുപോലെ നമ്മൾ മേടിച്ച് കയ്യിലുള്ളതുപോലെ ഒക്കെ നമ്മൾ ചെയ്യും. പിന്നെ പച്ചക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുമ്പ് ഒരുപാട് ചീര ഉണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ ചീര ഉണ്ടായിരുന്നു, ചീര ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് കറിക്ക് വയ്ക്കാൻ ബാക്കി ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ചേച്ചിമാർക്ക് 1000 രൂപയ്ക്കൊക്കെ അത്രയും പൈസ നമുക്ക് കിട്ടാത്ത രീതിയിൽ നമ്മൾ വിറ്റിട്ടുണ്ട്. ഒരു കെട്ട് നല്ല ആവശ്യത്തിന് ഒത്തിരി മൂക്കാത്ത രീതിയിൽ പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി ആവുമല്ലോ, അങ്ങനെ പറിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വൈറ്റമിനായിട്ടുള്ള സാധനങ്ങളൊക്കെ അന്ന് കുറേ ഉണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ വളരെ കുറവാണ്, കാരണം നടാനുള്ളൊരു അവസ്ഥയില്ല, കുഞ്ഞൊക്കെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട്. എന്നാലും വാവേനെ കൊണ്ട് ഞാൻ ഇന്നലെ ഒരു 3-4 ചീര തൈ നടിയിപ്പിച്ചു. കാരണം നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു നേരത്തെ കറിയായല്ലോ, ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് നാളെ കാണിച്ചു തരാം. കുറച്ച് തൈയുള്ളൂ, ഒരു 5-6 ഉള്ളൂ, നാളെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും നിന്ന് പോയില്ല. പിന്നെ കുറേ തിരക്ക് അങ്ങനെ പെട്ടെന്ന് ഓടി നടന്ന് നമ്മൾ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ നേരത്തെ ക്യാമറ എടുത്തുകൊണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനും കൂടെ ടൈം കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തേക്കൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഞാൻ പറഞ്ഞാൽ ലിതിമോളെ, ലിതിമോൾക്ക് ഭയങ്കര സന്തോഷമായി. അതാട്ടോ മെയിനായിട്ട് വീഡിയോ എടുക്കാം. കാരണം കുറേ പേര് നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ലിതിമോൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ എടുത്ത് ഞാൻ കമൻറ്റ് കണ്ടില്ല, എന്നെ എടുത്ത് കണ്ടവാവ ഇത് ഇങ്ങനെ പറഞ്ഞേക്കുന്നു, ഇങ്ങനെ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്നത് കഴിക്കുക, ഇന്നത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആള് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സമ്മതിച്ചത്. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. നമ്മൾ മറ്റുള്ളവരുടെ സങ്കടത്തിൽ ചില ആൾക്കാർ എങ്ങനെയാണ്, ആർക്കെങ്കിലും ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ നമ്മളിപ്പോഴും പങ്കുചേരുവാണെങ്കിൽ നമുക്ക് നാളെ സന്തോഷങ്ങളുണ്ടാവും. അതേസമയം അവരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് നമ്മളിങ്ങനെ അവരുടെ ദുഃഖം കണ്ടിട്ട് നമുക്കെന്താ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് അവിടെ വരുമായിരുന്നു. അതിൻ്റെ അച്ഛനും അമ്മയും ഡോക്ടറാണ്. ഞാൻ ആ പേരൊക്കെ എനിക്കറിയാൻ പറയുന്നില്ല. അവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിന് ക്യാൻസറാണ്, തലയിലാണ് ക്യാൻസർ. നല്ല സാമ്പത്തികമുള്ളവരാണ്. പക്ഷേ ആ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പിയോ എന്തൊക്കെ ഇങ്ങനെ ഇട്ടേക്കും, തലമൊട്ട അടിച്ചേക്കുന്ന ആളുടെ. അപ്പോൾ അവനൊരു 6 മാസം കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആളിവിടെ എല്ലാവരും ഗുജറാത്തുകാരാണ്, മലയാളികൾ തന്നെയാണ്, അവർ ഗുജറാത്തിലാണ് സെറ്റിലായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുങ്ങിണിമാരോ അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ, അവരാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മനുഷ്യരാണ്. അവരുടെ അമ്മയുടെ അച്ഛനും മോനും കൂടിയൊക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ അവനെങ്ങനെ കാണാതെ ഇന്നിപ്പോൾ ഭയങ്കര സങ്കടം. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേ അവൻ വന്നു ഉഷാറായിട്ട് വന്നു. അപ്പോൾ എന്നാലൊക്കെ തലയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ സർജറി ചെയ്യാനൊക്കെ ആയിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനും പറ്റത്തില്ല. അപ്പോൾ എനിക്കിനോട് പറഞ്ഞു ഇനി പാടില്ല, സുഖമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ അവനെ കാണാതിരുന്നപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ മോൻ എന്താണ് വരാത്തത്, എന്ത് പറ്റി ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണ് നിറയുന്നതാണ് ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ദുഃഖം കണ്ടിട്ട് നമ്മൾ മാറി നിന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നുമല്ലാതെ ഇപ്പോൾ മറ്റുള്ളവരെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇടപെടണമെന്നല്ല, എന്നാലൊരു വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നതായിരിക്കും ഏറ്റത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇത് ലോകം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഓരോ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ കുഞ്ഞാച്ചിയൊക്കെ തന്നെ അവൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് അവളുടെ മനസ്സും അവളുടെ ശരീരം ഇത്രയെങ്കിലും ബെറ്റർ ആയത്. ഒന്നുമില്ലാത്ത ഒരാളിൽ നിന്ന് അവൾ ഇത്രയൊക്കെ ആദ്യം പറഞ്ഞ ഓരോരുത്തരുടെ സപ്പോർട്ടും ഉണ്ടാകും. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ, ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിനാണെങ്കിൽ പോലും നല്ലത് പറയുകയൊക്കെ ചെയ്യുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, ദൈവമാണ് എല്ലാത്തിലും വലുത്.
പിന്നെ മെയിനായിട്ട് നമുക്ക് ഉണ്ണാനും എടുക്കാനും ഉള്ളത് ദൈവം, അതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് നന്ദി പറയുന്നത്. വേറെ അല്ലാതെ നമ്മളെക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേദനിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമുക്കൊക്കെ ദൈവം അത്രയധികം എന്താ പറയുക അത്രയധികം തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ മനുഷ്യരാണ്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ആരും വേണ്ട എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. അങ്ങനെയൊന്നും ഞാനൊരിക്കലും ചിന്തിക്കില്ല. കാരണം ഏതൊരു മനുഷ്യരും എപ്പോഴാണ് തന്നെ ഒറ്റയ്ക്കാവുകയെന്ന് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഏത് മനുഷ്യനാണെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും ഏത് മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിന് ധൈര്യം ദൈവം സഹായിച്ച് ഞാനായിട്ട് സൃഷ്ടിക്കുന്ന കാര്യമായിട്ട് ഞാൻ മറ്റുള്ളവരോട് ഇപ്പം ആരോടാണെങ്കിലും പറയും, നമ്മൾക്ക് മാത്രം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ എപ്പോഴാണ് നമ്മൾ തന്നെയാവുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മാറ്റിമറിയുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എല്ലാവരും സ്വന്തമായിട്ട് ചിന്തിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കൂടെയൊക്കെയാണ് മുമ്പോട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ ചുമ്മാ ഇരുന്നിപ്പോൾ അങ്ങ് എടുത്തുന്നുള്ളൂ കേട്ടോ. പക്ഷെ ആ സന്തോഷം അറിയിക്കണമല്ലോ. അപ്പം എന്തായാലും ആ കമന്റ് ചെയ്തവര് അറിയാലോ, അവർക്ക് അറിയായിരിക്കും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അവരെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. അതോർത്തിട്ടൊന്നും അല്ല പറഞ്ഞത്. കാരണം നമ്മളൊക്കെ അങ്ങനെ വേഗം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു മൈൻഡ് അല്ല ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. പിന്നെ നമുക്ക് സമയം അതിനിപ്പോൾ നാളെ കല്യാണം നടക്കണം, അതാണ് എൻ്റെ ഒരു ഇതെന്നെങ്കിൽ വിധിയെങ്കിൽ എനിക്കത് നടക്കും. അതിന് ഓർത്ത് നമ്മളിപ്പോൾ നടന്നില്ലല്ലോ. വീട്ടിലാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, ലിജുമോക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, എൻ്റെ കല്യാണം, അതൊക്കെ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കേണ്ട ടൈമുണ്ട്. എന്താണെങ്കിലും അതിൻ്റേതായ സമയമുള്ളൂ. അപ്പോൾ അത് നടക്കട്ടെ. അതല്ലാതെ നമ്മൾ അതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ആവലാതിപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എന്തിനാണേലും അതിൻ്റേതായ സമയമുണ്ട്, അതിൻ്റേതായ സമയത്ത് നടക്കും. അത് ഇന്നാണേലും നാളെയാണ്, ഇനി നടന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ. അപ്പം നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡ് ഹാപ്പി ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച ഒരാൾക്കാർ 100-ൽ 50% ആൾക്കാരും പറയണത് കല്യാണം എന്നാണ്. അത് സത്യമുള്ള കാര്യമാണ്. കാരണം വിവാഹ ജീവിതത്തിലോട്ട് നല്ലതെന്ന് പറയുന്നവരുണ്ട്, ഇല്ലാന്നല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. കല്യാണം കഴിക്കാത്തവർക്ക് അതിലേക്ക് ചാടാനുള്ള ത്വര കൂടുതലും, കല്യാണം കഴിച്ചവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ത്വര കൂടുതലായിരിക്കും. ജീവിതത്തിലോട്ട് കടന്നു കഴിയുമ്പം എന്തൊക്കെ കാര്യങ്ങൾ അനുഭവം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും, വീട്ടിലെ പ്രശ്നങ്ങൾ വരും, സാധനങ്ങൾ മേടിക്കണം, ഹോസ്പിറ്റൽ കേസ് എന്ന് വേണ്ട എല്ലാവിധ ചുമതലകളും സ്ത്രീകൾക്കാണ് കൂടുതലും. പുരുഷന്മാർ കാണുന്ന ഒരു തെറ്റിദ്ധരിക്കരുത് ദേവി, അവരോടെല്ലാം കൂടുതലാണ്. പുരുഷന്മാരുണ്ട് കേട്ടോ, ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും കൂടുതൽ ഭാരം സ്ത്രീക്കാണ്. രാവിലെ എഴുന്നേറ്റ് ജോലി എടുക്കണം, ഈ കുട്ടികളെ സ്കൂളിലാക്കണം, അവർ വരുമ്പോൾ പഠിപ്പിക്കണം, പിന്നെ വീട്ടിലെ സകലവിധ കാര്യങ്ങളും ജോലിക്ക് പോകണം, എല്ലാം ചെയ്യണം. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ചില ആൾക്കാർ ഒരു ദൈവമേ കല്യാണം കഴിക്കേണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കണ്ട എന്ന് വിചാരിച്ചാലും നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പാടില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പങ്ങളില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ നോക്കാൻ ഒരു പക്ഷേ നമുക്കുണ്ടായ മക്കളിൽ ആരെങ്കിലും താങ്ങും തണലുമായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്. നാളെ ആരെങ്കിലും നോക്കാൻ വേണ്ടേ, കല്യാണം ഉണ്ടാകുമ്പോൾ തന്നെ ചോദിക്കും നാളെ ആരെങ്കിലും നോക്കാൻ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കാരണന്മാർ പറയണത്. ആരെങ്കിലും വേണ്ടേ, ഭർത്താവ് മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നോക്കുള്ളൂ, അല്ലെ കുഞ്ഞുമക്കൾ പേരക്കുട്ടികൾ ആരെങ്കിലുമൊക്കെ നോക്കും എന്നുള്ള രീതിക്കാണ് ശരിക്കും കാലത്ത് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ പൈസ ആരെങ്കിലും നോക്കും, നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മുടെ കയ്യിലൊന്നും ഇല്ലേ, നമ്മളൊന്നുമല്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ പൈസയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കി. അതെ, ഞാനതുകൊണ്ട് എനിക്ക് കടം കുറേ ഉണ്ട് എങ്കിൽ പോലും ഞാൻ എല്ലാ കടങ്ങളും ഒരു സൈഡിൽ നിന്ന് തീർത്ത് പോവാണ്. ഞാൻ പറഞ്ഞില്ല, ലോണും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയുന്നവരോട് മാത്രമേ ഞാൻ അത്ര പരിചയമുള്ളവരോട് മാത്രമാണ് ഞാൻ ഇപ്പം 10 രൂപ ചോദിച്ചാലും ചോദിക്കത്തുള്ളൂ. പക്ഷെ എന്തായാലും ഞാനത് കറക്റ്റായിട്ട് നമ്മൾ മേടിച്ച് തിരിച്ച് കറക്റ്റായിട്ട് കൊടുത്താൽ ഏതൊരു മനുഷ്യനാണെങ്കിലും തരും. ഞാൻ അങ്ങനെയാട്ടെ, നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടതേ നാളെ തരാം, അല്ലെങ്കിൽ 10-ാം തീയതി ആകുമ്പോൾ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ചോദിച്ചാൽ അവർ വരും. പക്ഷെ പിന്നെ ചോദിച്ചിട്ട് തന്നില്ല, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരൊന്ന് മടിക്കും.
എന്ന് വെച്ചപ്പോ സമയം നമ്മളിപ്പോൾ 5 രൂപ മേടിച്ചാൽ സമയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും എനിക്ക് തരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ ഞാൻ എന്തൊക്കെയോ പറയാൻ വന്ന് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെയോ പോകുന്നു കേട്ടോ. പക്ഷെ എന്താ സംസാരിക്കുന്ന പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാവ വീഡിയോ എടുക്കാം. എല്ലാ ദിവസങ്ങളിലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും ക്ഷീണം നല്ല കുറവുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വാവയാണ് എല്ലാം ചെയ്യുന്നത്. അതിന് ചില നേരത്തിരുന്ന് കരച്ചിലാട്ടോ, ചില നേരത്തിരുന്ന് കരയാറുണ്ട്, ചില നേരത്ത് ഇങ്ങനെ കൊച്ചു മടുത്തല്ലേ നമുക്ക് സങ്കടം. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് വാവയൊക്കെ ചെറുതായ സമയത്ത് ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ പാടത്തിറങ്ങി കൊയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചാച്ചനും അമ്മയും എങ്ങനെ ജോലി ചെയ്യുന്നത് അതുപോലെ ഞാനും എൻ്റെ കുഞ്ഞാച്ചനും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൊയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിവാൾ വെച്ച് നമ്മൾ നെല്ല് കൊയ്യുമല്ലോ, അങ്ങനെ കൊയ്ത് മെതിക്കാനും അതടിച്ച് അങ്ങനെ തന്നെ ഞങ്ങളൊരു 2 വർഷം കഴിയാനുള്ള നെല്ലുണ്ടാക്കിയിട്ട് നമുക്ക് തന്നെയല്ല മറ്റുള്ളവർക്കും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പാട് എന്താണെന്നും പണി എന്താണെന്നും ജോലി എന്താണെന്നൊക്കെ നന്നായിട്ട് ചെറുപ്പം തൊട്ടേ അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കുഞ്ഞാച്ചി അങ്ങനെ ഏകദേശം എൻ്റെ അത്രയും ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവളും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുഞ്ഞാച്ചി കുറേ അത്രയധികം ഓരോരുത്തർക്കും ഓരോ ഒരു ഇതാണല്ലോ. എനിക്ക് എൻ്റെ അമ്മച്ചീരെ പോലത്തെ ഉള്ള ശരീരപ്രകൃതി അല്ലേ വാവയാന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ്. അപ്പം അമ്മച്ചി എപ്പോഴും ഫുൾ ടൈം പണിയാണ്. അതുപോലെ തന്നെയാണ്. അതിലും ഒരു മെടി മുമ്പിൽ നിൽക്കും. അമ്മ ഒരു കഷ്ണം വിറകെടുത്താൽ ഞാൻ 2 കഷ്ണം വിറകെടുക്കും. കാരണം അത് അമ്മയോടുള്ളൊരു സ്നേഹമാണ് കേട്ടോ. അപ്പം അമ്മ അത്രയും കഷ്ടപ്പെടരുത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ചെറുപ്പം തൊട്ട് ഒരുപാട് ശനി ഞായർ ദിവസങ്ങൾ കിട്ടിയ ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പൈസ ഒന്നും വെറുതെ കളഞ്ഞിട്ടില്ല. എല്ലാം സ്വർണ്ണമൊക്കെ മേടിക്കാനും അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലേ വാവേ? ഒന്നും ചിന്തിക്കണ്ട. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് എന്താ പറഞ്ഞേ, അപ്പൊ സാമ്പത്തികമൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല. പൈസയൊക്കെ ഞങ്ങള് എനിക്ക് തോന്നണേ 130 രൂപയ്ക്കൊക്കെ അന്ന് ഈ മറ്റേ റോബസ്റ്റ കൊലയില്ല, അത് ചെറുപ്പത്തിലേക്ക് അതൊക്കെ ചുമക്കാനുള്ള കുന്നൊക്കെ ആയിരിക്കും. ഇപ്പൊ ആ കുന്നൊന്നുമില്ല, ആ കൊക്കോ വറച്ച് വിൽക്കും, റോബസ്റ്റ പഴ കൊല ചുമക്കാൻ പോകും, അച്ചിങ്ങില്ലേ പയറിന്റെ ചൂട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോകും. അങ്ങനെ ഓരോ ജോലികൾക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെ ജോലി ചെയ്യാൻ ഇപ്പോഴും മടിയില്ല. ഒരു ജോലി എടുക്കാനും മടിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതിക്ക് ശമ്പളമില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യണ്ടെന്ന് അങ്ങനെയൊന്നും പറയില്ല. എനിക്കതുകൊണ്ട് ഈ ജോലി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് ഏൽപ്പിക്കാൻ എനിക്ക് ഭയങ്കര വിഷമം. കൊച്ചം മടുത്താ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും വേണം, ഞാൻ ആ പാത്രമൊക്കെ ഞാൻ പറയും, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കും. ഈ സമയം കുഞ്ഞാവനെ കണ്ടു കഴിയുമ്പോ ആ ഒരു സന്തോഷം. ഞാൻ എന്താ പറയാ, വളരെ പ്രതീക്ഷിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ്. കാരണം വേറെ ഒന്നുമല്ല, വളരെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ആദ്യം ഉണ്ടാവുന്ന സമയത്തൊക്കെ അന്നേരം ആ ഒരു പ്രായമാണല്ലോ. ഇപ്പം എന്ന് പറയുമ്പോൾ പ്രായങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പൊ ഇപ്പം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇച്ചിരിയും കൂടി അതിനെ നോക്കി ഇത്തിരിയും കൂടി ഒരു സ്നേഹം കുട്ടികളോട് പിന്നെയും കൂടുതലായി. അപ്പം ആ ഒരു സന്തോഷമാണ് ഉള്ളിൽ. അപ്പം എല്ലാ അമ്മമാരുടെ ഉള്ളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇപ്പം തന്നെ ഇരിക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കൂടെ സന്തോഷമാകും. അപ്പം അങ്ങനെ സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഇവിടുന്ന് പോകുന്ന സമയം വരെയും സന്തോഷത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കണം. നമുക്ക് എന്ത് പറ്റിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരാപത്തും വരരുത്. അവർക്ക് നല്ല സന്തോഷം തന്നെ എപ്പോഴും എന്നും രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയും, ദൈവമേ എൻ്റെ കണ്ണടയുന്ന സമയം വരെ എൻ്റെ കുഞ്ഞിന് ഒരാപത്തൊരു ആശുപത്രി പോലും കയറാനുള്ള ഒരു അവസരം ദൈവം തരല്ലേ എൻ്റെ ദൈവമേ. നമ്മൾ മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് അതിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെല്ലാം കാത്തുകൊള്ളണേ, അവർക്ക് അവരുടെ രോഗങ്ങളൊക്കെ മാറണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതെല്ലാം കൂട്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ദീർഘായുസ്സ് കൊടുക്കണേ. നമ്മുടെ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത് വളരെ വലുതാണ്.
അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നതാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ മറക്കാതെ കാണണം. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ. വാവനി കുറച്ച് എനിക്ക് ഒന്ന് ക്ഷീണമായി. ഇപ്പം സ്കാൻ ചെയ്തിട്ട് കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നതോടെ വരെ അവളെ ഞാനിവിടെ പിടിച്ചു തീർത്തല്ലാതെ എനിക്കൊരു നിവർത്തിയില്ല. ഇവിടുത്തെ അമ്മയുടെ കൈക്കൊന്നും വയ്യാട്ടോ. അമ്മയ്ക്ക് ഇന്ന് രാവിലെയൊക്കെ ജോലി എടുത്ത് പിന്നെ ഉച്ച കഴിഞ്ഞ് അമ്മ കിടക്കും. പിന്നെ കൊച്ചു വന്ന് അവൻ്റെ കാര്യം ചെയ്യണം. അവനെ മേയ്ക്കാനാണ് പാട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു അവസ്ഥയിലാവുമ്പോൾ അവർക്കത് കൂടുതൽ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം അവൻ്റെ ഏജ് അങ്ങനെയാണ്. എന്നെ ഒരു 2-3 ആഴ്ച വരെ ഇങ്ങനെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാനാണെങ്കിൽ കൂടുതലും ഇപ്പോൾ പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തല്ലി അല്ലെങ്കിൽ ഒച്ച വെച്ച് പഠിപ്പിക്കുന്ന നേരത്തെ നീ പഠിക്കുന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കും എഴുതാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് നമുക്ക് പരീക്ഷ പേപ്പർ വായിക്കാനൊക്കെ നാലിലെത്തിയല്ലോ, അതൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും എഴുതട്ടെ, അവനെന്തെങ്കിലും വായിച്ച് പഠിച്ചതിനെക്കുറിച്ച് അവൻ എന്തെങ്കിലും എഴുതട്ടെ, അല്ലെങ്കിൽ ആ ഒരു ചെയ്യട്ടെ. കാരണം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കും ബുദ്ധിമുട്ട് വരും, അവനെ ഉപദ്രവിക്കുമ്പോൾ അവനും പിന്നെ ദേഷ്യം വരും. അപ്പം ഞാനതുകൊണ്ട് ആ രീതിയിൽ അവനെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ഇതുണ്ടാവും. കാരണം ഇത്രയും നാളും ഒറ്റയ്ക്ക് വളർന്നിട്ട് പെട്ടെന്ന് സ്നേഹം വേർപെട്ട്, അതായത് വേറെ ഒരാൾക്കും കൊടുക്കും, അങ്ങനെയൊക്കെ പിള്ളേർക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ചാൻസ് ഉണ്ടാവും. പിന്നെ അങ്ങനെയൊന്നും കാണിക്കാതെ അവനെ ഇത് നിന്റെ കുഞ്ഞാവേണ്, നീയാണ് നോക്കേണ്ടത്, വേറെ ആർക്കും ഇല്ല ഉത്തരവാദിത്തം, സ്കൂളിൽ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ കൊച്ചിന് അത് എൻ്റെ ഭാവിന് ആ ഒരു ഇതുണ്ടായി. പക്ഷെ കുറച്ച് നാൾ അവനൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ അതായത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവന് വേറെ ഒരു സ്നേഹം മാറിപ്പോകുന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഞങ്ങളെല്ലാവരും പറയും ഇത് ആദ്യയുടെ കൊച്ചിനെ കുറച്ചുകൂടെ ഞങ്ങൾ കെയർ ചെയ്യും, സ്നേഹിക്കും. കുഞ്ഞാവേ എന്നൊക്കെ വന്ന് ഇങ്ങനെ സ്നേഹമായിട്ട് അപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവൻ ഓടി വരുമ്പോ ഇപ്പൊ വാവയുടെ ആയതുകൊണ്ട് നല്ല സ്നേഹമാണ്. ലിജി കുഞ്ഞാച്ചിനെ ഭയങ്കര പേടിയാണ്, ലിജിനെ ഭയങ്കര പേടിയാണ്. ചേട്ടാനാണെങ്കിലും കുഞ്ഞാച്ചിനാണെങ്കിലും ഭയങ്കര പേടിയാണ്, ഇഷ്ടമാണ്. അവർ എന്ത് പറഞ്ഞാൽ കൊച്ചു കേൾക്കുകയും ചെയ്യും. നല്ലതായിട്ട് നല്ല സ്നേഹം. കുഞ്ഞാച്ചിയോടും അതെ ചേട്ടായോടും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും ആദ്യം ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യില്ല. അപ്പം അത്രയും അവരുടെ അത്രയും കെയറുണ്ട്. പിന്നെ വാവ് പറഞ്ഞാൽ ഇച്ചിരി ആൻസർ, കാരണം അവർ തമ്മിൽ ആ ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെ വട്ടം പിടിക്കുകയും കറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ആണെങ്കിലും തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കും. ഇതെല്ലാം വാവേ ചെയ്യും. പിന്നെ അമ്മേനെ കൊണ്ടാണെങ്കിലും പറ്റൂല. അവൻ കഴിഞ്ഞ ദിവസം ഒരു മറ്റേതാണ് അണ്ടാവിനകത്ത് ഇറങ്ങി നിന്നിട്ട് ദൂരാൻ പറ്റില്ല, കാരണം ചെറിയ അണ്ടാവാണ്, അതിനകത്തോട്ട് ആൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ തന്നെ ഉരുട്ടിയാണ്, അതെ കുസൃതിയാണ്, പിന്നെ ഉരുട്ടി പുള്ളി തന്നെയാണ് അതിനകത്ത് ഊരിപ്പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കുസൃതികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഇച്ചിരി മാറി നിൽക്കുക. ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് വേണ്ടി, എന്നിട്ട് അടുത്ത നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പൊ എന്തായാലും പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അത് തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള എന്താന്ന് വെച്ച് എഴുതിക്കോട്ടെ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇനിയും പറഞ്ഞോണ്ടിരിക്കുന്നു, ബോർ അടിച്ചാലെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി സമയമുണ്ടല്ലോ, നമ്മള് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ലിമോളുടെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ അത് തന്നെ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിലുമായിട്ട് വരാം. സന്തോഷത്തോടെ ഇരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പം അങ്ങനെ വേറൊരു വീഡിയോ കാണുന്നവരൊക്കെ ബൈ.